സാംസ്കാരിക നഗരി ക്രിസ്മസ് പാപ്പാമാർ കീഴടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ജില്ലയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് തൃശൂരിൽ അരങ്ങേറുന്ന ബോൺ നത്താലെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം പിടിച്ച തൃശൂരിന്റെ സ്വന്തം ക്രിസ്മസ് പാപ്പാ സംഗമത്തിനായി നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. തൃശൂരിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതും മതസൗഹാർദ്ദം, തിരുപ്പിറവി, ചലിക്കുന്ന പുൽക്കൂടും ക്രിസ്മസ് ട്രീയും എല്ലാമായി 20ഓളം നിശ്ചല ദൃശ്യങ്ങളും വീൽചെയർ, റോളർ സ്കേറ്റിംഗ്, പൊയ്ക്കാൽ പാപ്പമാരും ബൈക്കുമായി എത്തുന്ന പാപ്പമാരും നഗരവീഥികൾ കീഴടക്കും. തൃശൂർ പൗരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായി നടത്തുന്ന ബോൺ നത്താലെയുടെ 10ാമത് പതിപ്പിനാണ് തൃശൂർ നഗരം ബുധനാഴ്ച സാക്ഷ്യം വഹിക്കുക. പൂരത്തിനും പുലിക്കളിക്കും ശേഷം ഇതാ കഴിഞ്ഞ 10 വർഷമായി ബോൺ നത്താലെ എന്ന ക്രിസ്തുമസ് നവവത്സര സാംസ്കാരിക ആഘോഷം നടക്കുകയാണ്. സകല മനുഷ്യർക്കുമുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്, സമാധാനത്തിൻ്റെ കൂട്ടായ്മയുടെ സന്ദേശമാണ്. ഏകദേശം 10,000-ഓളം പാപ്പമാരും ഒപ്പം തന്നെ 15ഓളം വിവിധ പ്ലോട്ടുകളും അതിനേക്കാൾ ഉപരി മത, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽപ്പെട്ട എല്ലാവരും ഒന്നിച്ച് ക്രിസ്മസ് നവവത്സര വേളയിലെ ഒരു സാഹോദര്യത്തിൻ്റെ ആഘോഷമായി, ഒപ്പം പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാരുണ്യത്തിൻ്റെ ആഘോഷമായി ബോൺ നത്താലെ 10ാം വാർഷികത്തിൽ ബുധനാഴ്ച നടക്കുകയാണ്. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അടക്കമുള്ളവർ മുന്നൊരുക്കങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തി. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് സേക്രഡ് ഹാർട്ട് സ്കൂളിൽ സംഗമിക്കുന്ന ക്രിസ്മസ് പാപ്പാമാർ 4 മണിയോടെ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ഘോഷയാത്രയായി നഗരം ചുറ്റും. മന്ത്രിമാർ അടക്കമുള്ള ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ആഘോഷയാത്രയിൽ പങ്കാളികളാകും. ഘോഷയാത്രയോടനുബന്ധിച്ച് ബുധനാഴ്ച രാവിലെ മുതൽ സ്വരാജ് റൗണ്ടിൽ വാഹന പാർക്കിംഗ് നിരോധിച്ച പോലീസ് ഉച്ചയ്ക്ക് 2 മുതൽ ഗതാഗതവും നിയന്ത്രിക്കും. TCV തൃശൂർ.